കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നീക്കുപോക്കുകൾ യഹോവയുടെ കയ്യിലിരിക്കും. നമ്മുടെ രക്ഷാകര ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകും. ഒരു ദിവസം ഭാരം ചുമക്കുന്നവനാണ്. ഏതൊക്കെ ഭാരങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു അതൊക്കെയും ചുമക്കുന്ന സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാൾതോറും ഭാരങ്ങളെ അതിന്റെ അർത്ഥം ഒരു ദിവസം പോലും നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ചുമക്കേണ്ട കാര്യം. നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ചുമന്നാൽ അത് പരിഹരിക്കപ്പെടത്തില്ല. നമ്മുടെ ശരീരത്തിനും മൈൻഡിനും അതിൻ്റെതായ എഫക്റ്റുകളും. എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ വിഷയങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ഫ്രീ ആകണം. കാരണം നന്നായി പരിഹരിക്കാൻ കഴിവുള്ളവന്റെ കയ്യിലല്ലേ നമ്മളെ ഭാരങ്ങൾ കൊടുത്തത്. പിന്നൊട്ടും അവിശ്വാസം ഉണ്ടാകും. നമ്മുടെ എല്ലാ വിഷയങ്ങളും നന്നായി കൈകാര്യം ചെയ്യാൻ എൻ്റെ ദൈവം ഇന്നും സർവശക്തനാണ്. അവിടുന്ന് പ്രവർത്തിച്ചാൽ അതിനെ തടയാനും ആർക്കും സാധ്യമല്ല. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റും. ദൈവം പ്രവർത്തിച്ചാൽ അതിനെ തടയാൻ ആർക്കാ സാധ്യം? ഇന്നലകളിൽ നമുക്ക് വേണ്ടി അവിടുന്ന് എഴുന്നേറ്റ് വന്നില്ലേ? ഇന്നും എഴുന്നേൽക്കും, നാളെയും എഴുന്നേൽക്കും. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇളയുറപ്പിയുടെയും ദീർഘമായ ശ്വാസത്തിന്റെയും അർത്ഥം നിമിത്തം എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവത്തെയാണ് സഹോദരങ്ങളെ നാം സേവിക്കുന്നത്. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. അവിടുത്തെ ചെവി മന്ദമായി പോയിട്ടില്ല. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ച് അവരുടെ നിലവിളി കേട്ട അവരെ രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ഒരു ദൈവത്തെ അല്ലേ നാം സേവിക്കുന്നു. വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വരുന്ന ഒരു ദൈവം. ഭയപ്പെടണ്ട എന്ന് പറയുന്നവൻ കാര്യവും വ്യവഹാരവും നടത്തുന്നു. ആ ദൈവസാന്നിധ്യം ഇന്ന് പകരം നമ്മുടെ മധ്യമുണ്ടാകും. ആർക്കും അടുത്തു വരാൻ പറ്റാത്ത ഇടത്ത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ സ്വാന്തന ശബ്ദം ഇന്ന് പകലും ശ്രദ്ധിക്കാൻ തയ്യാറാണ്. യെശയ്യാ പ്രവചനം 14:24 സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തന്റെ ജനത്തോട് പറയും, നിങ്ങൾ ബാബേലിനെ ശക്തികളെ പേടിക്കരുത്. തന്റെ ജനത്തിനെതിരെ വെച്ചിരിക്കുന്ന ചില നുഖങ്ങളുണ്ട്. അശൂറിന്റെ ശക്തികളുണ്ട്. അശൂറിന് ചില ആഗ്രഹങ്ങളുണ്ട്. നമുക്കറിയാം, ഫറവോനും ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, വാളൂരും, നിഗ്രഹിക്കും, എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ഇസബലിന് ഏലിയാവിനെ പറ്റി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നാളെ ഈ നേരമാകുമ്പോ ഏലിയാവിന്റെ പ്രാണനെ വെച്ചേക്കില്ല, ജീവനെടുക്കും. ഹാമാന്
മൊർദെഖായിക്കെതിരെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പ്രാകാരത്തിലിരിക്കുന്ന കാലത്തോളം അവന് സ്വസ്ഥതയില്ലായിരുന്നു. മൊർദെഖായി തകർക്കുക എന്ന പ്ലാൻ. പൗലോസിനെതിരെ 40 ദിനം ആളുകൾ പ്ലാൻ ചെയ്തു. അത് സക്സസ് ആകുന്ന വരെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല. ഡൊമീഷ്യന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ പുറത്തു വരില്ല, പത്മോസ്. ദാര്യാവേഷിന്റെയും കൂട്ടരുടെയും പ്ലാൻ, സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേൽ ഒരു കാരണവശാലും അതിൽ നിന്ന് പുറത്തു വരില്ല, അവിടെ തകരും. ആ കുഴി ദാനിയേലിന്റെ എൻഡായിരിക്കും. എബ്രായ ബാലന്മാരെ പറ്റി നെബൂഖദ്നേസറിന്റെ പ്ലാൻ, ഇവര് ചാമ്പലാകും, അവിടം കൊണ്ട് തീർന്നു. പ്രമാണം മുറുകെ പിടിച്ചവന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി പ്ലാനുകൾ സാത്താന്യ ശക്തികൾക്ക്, അധികാരങ്ങൾക്ക് ഒക്കെയുണ്ട്. നമുക്കെതിരെയും കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്ലാനുകളുണ്ട്. ദാവീദിനെതിരെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ദുർവ്യാധി പിടിച്ചു, അവൻ കിടപ്പിലായി, എഴുന്നേൽക്കുകയില്ല. യേശുവിനെ കല്ലറയിൽ വെച്ചപ്പോ റോമാ ഗവൺമെന്റിന്റെ പ്ലാൻ, മുദ്ര വെച്ചു, കല്ല് വെച്ചു, കാവൽക്കൂട്ടത്തെ ഇഷ്ടം പോലെ കൊടുത്തു, കല്ലറ ഉറപ്പാക്കി, ഒരിക്കലും പുറത്തുവിടത്തില്ലെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കെതിരെ ഒത്തിരി പ്ലാനുകൾ, വിചാരങ്ങൾ ഒക്കെയുണ്ട്. അണിയറയിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കുണ്ട്. എന്നാൽ ഇവിടുത്തെ വാക്യം പ്രസക്തമാണ്. അശൂറിന്റെ പ്ലാനോ ഫറവോന്റെ പ്ലാനോ ബാബേലിന്റെ പ്ലാനോ നടക്കില്ല. ദൈവം പറഞ്ഞത് സംഭവിക്കും. നോക്കൂ, ഇവിടെ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്ത കൺഫർമേഷനാണ്. ദൈവം ഫോഷ്ക്ക് പറയത്തില്ല, എങ്കിലും നമ്മളോട് ഉറപ്പിച്ചു പറയുന്നു, സത്യം സത്യമായിട്ട് പറയുന്നു. എന്താണ് പറയുന്നത്? ഇന്ന് പകലൊന്ന് വിശ്വസിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെ പറ്റിയും ബാക്കി ആരൊക്കെ പ്ലാൻ ചെയ്താലും ദൈവം പറയുക, ഞാൻ അരുളി ചെയ്തതുപോലെ സംഭവിക്കും. നോക്കൂ, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ദൈവം വിചാരിച്ചതേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. ആരൊക്കെ മറ്റു വിചാരങ്ങളുണ്ടായി. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ഇനി നമ്മളെ പറ്റി എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ ഇവിടെ കൊണ്ട് തീർന്നു, ഇനി എഴുന്നേക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു വരും, എല്ലാം അസ്തമിച്ചു. ഇല്ല, ഇവിടെ പറയുന്നു, ദൈവം ആണയിട്ട് പറയുന്നു, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. വിശ്വസിക്കുക. ദൈവം വിചാരിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ഏതൊക്കെ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ദുഷ്ടശക്തികളോ ദേശാധിപതികളോ അന്ധകാര മണ്ഡലങ്ങളോ നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്താലും അത് സംഭവിക്കില്ല. ദൈവം വിചാരിച്ചതുപോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, തലമുറകളിൽ, നിങ്ങളുടെ ശരീരത്തിൽ, ദൈവസഭകളിൽ, അഭിഷക്തന്മാരെ നിങ്ങളിൽ സംഭവിക്കും. വേറൊരു ശക്തിക്കും തൊടാൻ പറ്റില്ല. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തിന്ന് പകൽ ഉണ്ടായാൽ നമ്മൾ ശക്തരായിത്തീരും. ഡോക്ടേഴ്സ് വിചാരിച്ചാലോ നടക്കില്ല. ദൈവം വിചാരിച്ചതുപോലെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുക. ബാക്കി ഞാൻ തുടക്കത്തിൽ ഒത്തിരി വിചാരങ്ങൾ, ഫറവോനുണ്ടായിരുന്നു, ഇസബലിനുണ്ടായിരുന്നു, ഡൊമിഷ്യനുണ്ടായിരുന്നു. അതൊന്നും സംഭവിക്കില്ല. ദൈവം വിചാരിച്ചതേ സംഭവിക്കുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. സൂര്യനെയും നക്ഷത്രങ്ങളെ ഒന്നും കാണാതെ 14 ദിവസം ആ കപ്പലാടി ഉലഞ്ഞില്ലേ, ഈശാനങ്ങൾ കൊടുങ്കാറ്റ്. പക്ഷെ പൗലോസിനോടും ദൈവം പറഞ്ഞില്ലേ, പ്രാണന് ഹാനി വരില്ല. പൗലോസ് പറയാൻ, ഞാൻ സേവിച്ചവനും എന്റെ ഉടയവനും എന്നോട് സംസാരിച്ചു.
എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമ്പോൾ ദൈവം പറഞ്ഞത് സംഭവിക്കും. ദൈവത്തിന്റെ വിചാരങ്ങളെ നടക്കത്തുള്ളൂ. സ്തോത്രം. അടുത്ത നോക്കൂ, ഞാൻ നിർണയിച്ചത് നിവർത്തിയാകും. ദൈവം നിർണയിച്ചത് എന്റെ ജീവിതത്തിൽ നിവർത്തിയാകും. വേറെ ഏതൊക്കെ ശക്തികൾ എന്തൊക്കെ നിർണയിച്ചാലും അത് നടക്കില്ല എന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യണം. നിരാശ മാറ്റിവെക്കണം. ദൈവത്തിന് മഹത്വം കരയറ്റണം. ബാക്കിയുള്ള എല്ലാ ചിന്തകളും ഒന്ന് മാറ്റിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ധൈര്യം വരട്ടെ. ദൈവം വിചാരിച്ചത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ദൈവം നിർണയിച്ചതേ നിവർത്തിയാകുകയുള്ളൂ. ബാക്കി സകല നിർണയങ്ങളെയും മാറ്റുക ദൈവം. ദുഷ്ടന്റെ ആലോചന നിവർത്തിയാവില്ല. യഹോവയുടെ ആലോചനയോ ശാശ്വതമായിരിക്കുന്നു. ദുഷ്ടന്റെ നിരൂപണങ്ങൾ നിഷ്ഫലമായി പോകും. യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. വചനം അങ്ങനെ പറയുന്നു. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ പറ, ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കും. ദൈവം വിചാരിച്ച പോലെ സംഭവിക്കും. എന്റെ ശരീരത്തിൽ അത് സംഭവിക്കും. എന്റെ കുടുംബത്തിൽ അത് സംഭവിക്കും. എന്റെ ഔദ്യോഗിക മേഖലയിൽ അത് സംഭവിക്കും. ഞാൻ ഇന്ന് ഫേസ് ചെയ്യുന്ന വിഷയത്തിൽ മറ്റൊരു വിഷയവും മറിച്ച് സംഭവിക്കില്ല. ദൈവം വിചാരിച്ചത് സംഭവിക്കും. ദൈവം നിർണയിച്ചത് പ്രതികൂലങ്ങളാണെങ്കിലും ദേശമെതിരാണെങ്കിലും സകലരും ഞങ്ങൾക്കെതിരെ വെല്ലുവിളിച്ചാലും ദൈവം നിർണയിച്ചത് നിവർത്തിയാകും. ധൈര്യത്തോടെ പ്രഖ്യാപിക്കൂ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നതിന് സ്തോത്രം. സൗഖ്യമായി അത് തീരട്ടെ, ബലമായത് തീരട്ടെ, നിരാശ മാറിയത് പ്രത്യാശയായി വ്യാപരിക്കട്ടെ. ദൈവം വിചാരിച്ച പോലെ സംഭവിക്കും. ദൈവം നിർണയിച്ച ഞങ്ങളുടെ നിവർത്തിയാകും. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുന്ന പ്രഭാതമായിരിക്കാൽ സ്തോത്രം. ജനം സടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. ആത്മാവിൽ ശക്തരാകട്ടെ. തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി സ്തോത്രം. സകല മഹത്വമായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നിർണയിച്ച പോലെ സംഭവിക്കും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ